വണക്കം. AMMA എന്ന സംഘടനയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ വമ്പൻ സ്രാവുകൾ മാത്രമല്ല നീല തിമിംഗലങ്ങൾ വരെയുണ്ട് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും രഞ്ജിത്ത് സ്ഥാനം രാജിവെച്ചു. രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്തു. അടുത്തത് സിദ്ദിഖാണ്. അത് കഴിഞ്ഞ് മുകേഷാണ്. വരട്ടെ മുകേഷിൻ്റെ പേരിൽ കേസൊന്നും എടുക്കില്ല. ഇന്ന് CPM-ന്റെ പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെയേ പറഞ്ഞു. അതായത് മുകേഷ് എന്ന് പറയുന്ന നടൻ CPM-ന്റെ ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ല. ഇത് ഒട്ടിപ്പറ്റി ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ CPM-ന് വലിയ ഡാമേജ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ട ആവശ്യമില്ല. ഈ പീഡനത്തിൻ്റെ തീവ്രത അളക്കും എന്നായിരിക്കും നമ്മുടെ CPM ഇപ്പോൾ വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുകേഷ് സ്ഥാനമൊഴിയണ്ട എന്ന് CPM പറഞ്ഞിട്ടുണ്ട്. കാരണം ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളല്ലേ പുള്ളിക്കാരൻ ചെയ്തുള്ളൂ. മീനു മുനീർ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. ആ നടിയെ അമ്മ സംഘടനയിൽ അംഗമാക്കണമെങ്കിൽ തനിക്ക് കിടന്നു തരണം എന്ന് പറഞ്ഞയാളാണ് മുകേഷ് എന്ന് മീനു മുനീർ വെളിപ്പെടുത്തിയിരുന്നു. പോരാത്തതിന് മീനു മുനീർ പല സിനിമകളിൽ അഭിനയിച്ച ശേഷം മുകേഷ് അറിയാതെ അമ്മ സംഘടനയിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ നിൽക്കുന്ന ഇടവേള ബാബു രണ്ടും ഒരു ത്രാസി തൂങ്ങുമല്ലോ. അങ്ങനെ മുകേഷ് അറിഞ്ഞു മീനു എത്തിയിട്ടുണ്ടെന്ന്. മുകേഷ് മീനുവിനോട് വന്ന് പറഞ്ഞത്, ഇവിടെ ഞാൻ അറിയാതെ ഒരു കരിയില പോലും അനങ്ങില്ല. ദ പവർ ഗ്രൂപ്പ് ലവനാണ് ആ പവർ ഗ്രൂപ്പിൻ്റെ തലവൻ എന്ന് പറഞ്ഞ ശേഷം മീനു മുനീറിനോട് മുകേഷ് ഒരു കാര്യം പറഞ്ഞു. വളരെ അശ്ലീലമായിട്ടാണ് പറഞ്ഞത്. അതായത് മറ്റാർക്കും കൊടുക്കാനല്ലെങ്കിൽ നിന്റെ ആ സാധനം നീ ഒരു കാര്യം ചെയ്യും, മെഴുകുരുക്കി അടച്ചേരെ എന്നാണ് മുകേഷ് പറഞ്ഞത്. ഒരു സ്ത്രീക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപമാനം. അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാൻ കഴിയാത്ത ഒരു ഡാഷിൻ്റെ വായിൽ നിന്ന് മാത്രമേ ഇത് വരികയുള്ളൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ലക്ഷണമൊത്ത ഒരു പെർവർട്ട് എന്ന് വേണം മുകേഷിനെ വിശേഷിപ്പിക്കാൻ. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെയാണ് മുകേഷ് ഇവിടെ വന്നത്. ഇതിനുശേഷം മുകേഷിൻ്റെ പേര് മുകേഷ് എന്ന് മാറ്റി മെഴുകേഷ് എന്ന് മാറ്റണം എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സത്യവുമാണ്. ഇനി മുകേഷ് കഥകൾ എന്ന് പറഞ്ഞ് ഒരു കഥ ഇങ്ങേത് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ സിദ്ദിഖിൻ്റെ ആത്മകഥയുടെ പേര് അഭിനയം അറിയാതെ എന്നാണ്. മുകേഷ് കഥകളുടെ പേര് മുകേഷ് കഥകൾ എന്നുള്ളത് അവിടെ കിടന്നോട്ടെ. അതിൻ്റെ ബ്രാക്കറ്റിൽ മുകേഷ് കഥകൾ പുറത്തു പറയാൻ കൊള്ളാത്തത് എന്നുള്ളതും കൂടെ ചേർത്ത് വേറൊരു മുകേഷ് കഥകൾ ഇറക്കണം എന്നാണ് വേറെ പല ആൾക്കാരുടെയും ഭാഷ്യം എന്ന് പറയുന്നത്. മുകേഷിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നത്. വെറും വേട്ടാവളിയൻ, പെണ്ണുപിടിയൻ, ആഭാസൻ, അട്ടാസൻ, തെമ്പോളൻ എന്നാണ് പല നടിമാരും കാസ്റ്റിംഗ് ഡയറക്ടർമാരും മുകേഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ MLA ആണ്. CPM ബ്ലഡ് രക്തത്തിൽ കൂടെ ഓടുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആദ്യം മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചത് ടെസ് ജോസഫ് എന്ന് പറഞ്ഞ നടിയാണ്. ആ ടെസ് ജോസഫിനെ ഒരു കാരണവുമില്ലാതെ ചുമ്മാ വിളിച്ച് ശല്യപ്പെടുത്തും രാത്രി എന്നാണ് ടെസ് ജോസഫ് പറഞ്ഞത്. പോരാത്തതിന് തൻ്റെ മുറി ഇങ്ങയുടെ മുറിയുടെ അടുത്തേക്ക് ഇയാൾ ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ചെന്ന് ഡയറക്ടർ അടുത്ത് പറഞ്ഞപ്പോൾ, കോടീശ്വരൻ്റെ ഷോ ഡയറക്ടർ അടുത്ത് പറഞ്ഞപ്പോൾ കെട്ടിക്കോളാൻ പറഞ്ഞു. അപകടം മണത്തു ഡയറക്ടർ, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. പോരാത്തതിന് ഈ ആരോപണത്തെക്കുറിച്ച് മുകേഷിനോട് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ട് അവർ എടുത്തില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയും ഞാനാണ് വിളിച്ചത് എന്നാണ് മുകേഷ് പറഞ്ഞത്. അത് ഈ കോളർ ഐ ഡി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുത്തിക്കളിക്കാൻ വെച്ചിട്ടുള്ളതല്ല. അപ്പോൾ വിളിച്ചു എടുക്കാത്തതാണ് ഇപ്പോൾ പ്രശ്നം എന്നായി നാട്ടുകാരുടെ ഭാഷ്യം. എന്തായാലും മുകേഷിനെതിരെ അതിനുശേഷം ആരോപണം ഉന്നയിച്ചത്, ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് മിനു മുബീർ എന്ന് പറഞ്ഞ നടിയാണ്. ഇപ്പോഴിതാ മുകേഷ് തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി അവളുടെ അമ്മയോട്, അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്തവനേ, അമ്മയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് വേറൊരു നടി കൂടെ. ആ നടിയുടെ പേര് ആർട്ടിസ്റ്റ് സന്ധ്യ. സന്ധ്യ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അമ്മയെന്നില്ല, പെങ്ങളെന്നില്ല, മകളെന്നില്ല, എന്തുവാടേ ഇത്? ഇത് എന്തുവാ? നിന്നെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിലീപൊക്കെ എന്തൊരു മാന്യനാണ്, അല്ലെ? പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രയ്ക്കൊരു മാന്യനാണ് ദിലീപ് എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും കേട്ടോ. സത്യമായിട്ടും ഏതൊക്കെ വഴിയാണ് ആരോപണം വരുന്നത്? അമ്മയെ കയറി പിടിച്ചു, വേറെ സ്ത്രീയെ കയറി പിടിച്ചു, കാസ്റ്റിംഗ് ഡയറക്ടറെ കയറി പിടിച്ചു. കാമഭ്രാന്ത് എന്ന് നമ്മളെ നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ അങ്ങനെ ഒരു തന്നെ ഞാൻ ആദ്യമായിട്ട് വാർത്തകളിലൂടെ അറിയുകയാണ്. എന്തായാലും അങ്ങനെയാണ് മുകേഷിൻ്റെ കഥകൾ പോകുന്നത്, പറയാൻ കൊള്ളാത്ത കഥകൾ. ഈ തരുണത്തിലാണ് മുകേഷിൻ്റെ പഴയ ഭാര്യയുടെ പല വെളിപ്പെടുത്തലുകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി വരുന്നത്. മുകേഷിൻ്റെ ആദ്യത്തെ ഭാര്യയാണ് സരിത. സരിതയുടെ വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു. അതായത് ഗാർഹിക പീഡനം, അപമര്യാദയായിട്ട് പെരുമാറൽ, ദാമ്പത്യ ജീവിതത്തിൽ അവിഹിത ബന്ധം, ഇതൊക്കെ സരിത മുകേഷിൻ്റെ പേരിൽ അന്ന് ആരോപിച്ചിരുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ മുകേഷിൻ്റെ രണ്ടാം ഭാര്യ മുകേഷിൻ്റെ ജീവിതത്തിൽ ചെന്ന് കയറി കൊടുത്തത് എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും അവർ ഡിവോഴ്സും വെച്ച് കണ്ടം വഴി ഓടി. അവരൊരു മാന്യയും സംസ്കാര സമ്പന്നയും ആയതുകൊണ്ട് ഇവൻ്റെ പേരിൽ കേസൊന്നും കൊടുക്കാൻ നിന്നില്ല. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും
എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിറങ്ങി ഓടുകയായിരുന്നു അവരതിന് മറുപടി പോലും പറയാൻ നിന്നില്ല എന്നുള്ളതാണ്. ഈ വേട്ടാവളിയൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവർ ആ സമയം ഓടി രക്ഷപ്പെട്ടത്. സരിതയുടെ പഴയകാലത്തെ വെളിപ്പെടുത്തൽ ഇത്തരുണത്തിൽ ഈ നായിക നടിമാരുടെയും കാസ്റ്റിംഗ് ഡയറക്ടർമാരുടെയും എല്ലാം ഈ ഒരു വിഷയത്തിൻ്റെ ഭാഗമായി നമുക്ക് കോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ആഭാസൻ മുകേഷിൻ്റെ യഥാർത്ഥ മുഖം സരിത അവിടെ വലിച്ചു കീറുന്നുണ്ട്. സരിത പറഞ്ഞിരിക്കുന്നത് ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ വയറ്റിലേക്ക് ഇയാൾ ആഞ്ഞു ചവിട്ടി എന്നാണ്. ആഞ്ഞു ചവിട്ടി ആ ചവിട്ടേറ്റ് പൊട്ടിക്കരയുന്ന എന്നെ കണ്ട് നീ വലിയ നടിയാണല്ലോ എന്നാണ് മുകേഷ് പറഞ്ഞത് എന്നാണ് സരിത പഴയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പോരാത്തതിന് ഈ ദാമ്പത്യ ബന്ധം തുടരുമ്പോൾ തന്നെ ഇയാൾക്ക് വേറെ അവിഹിതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സരിത ആ സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ, അതായത് മലയാളത്തിൽ ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, മാധ്യമ മേഖല, ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല, ബാങ്കിങ് സെക്ടർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്തിന് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾക്ക് പോലും ഇത്രയും സുരക്ഷയുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. അമ്മാതിരി കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ഈ സംഘടന എന്ന് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ. അപ്പോൾ ഇത്രയധികം ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ ചലച്ചിത്ര ഇൻഡസ്ട്രി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിനെക്കാട്ടിലും സുരക്ഷ സ്ത്രീകൾക്കുണ്ടായിരിക്കും. തമിഴും തെലുങ്കും ആന്ധ്രയും ബോളിവുഡൊക്കെ എടുത്ത് നോക്കി ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. അമ്മാതിരി കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കിളവന്മാർക്കെതിരെ വരെയാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മുകേഷിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് അവിഹിത ബന്ധമുണ്ട്. രാത്രി കുടിച്ചുകൊണ്ട് വീട്ടിൽ കയറി വരും. കുടിച്ചുകൊണ്ട് വീട്ടിൽ കയറി വന്ന് അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കുത്തിപ്പിടിച്ച് കൂമ്പിനിട്ടിടിക്കും എന്നാണ് സരിത ആ സമയത്ത് പറഞ്ഞിരുന്നത്. പോരാത്തതിന് സരിത ഗർഭിണിയായിരുന്നപ്പോൾ സരിതയെ ആശുപത്രി കൊണ്ട് പോകാനായിട്ട് മുകേഷാണ് വണ്ടി ഓടിക്കുന്നത്. ആ വണ്ടിയിലേക്ക് സരിത കാലെടുത്ത് വെച്ചപ്പോൾ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കുകയും സരിത തടഞ്ഞു വീഴുകയും ചെയ്തു എന്ന് പറയുന്നു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണ്ടേ? അല്ല, ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണ്ടേ? ഒരു സ്ത്രീയെ ഇത്രയും ഹീനമായിട്ട് ഉപദ്രവിച്ച ഒരു സ്ത്രീയെ, ആ സ്ത്രീയുടെ സ്ത്രീത്വത്തെ യാതൊരു തരത്തിലും ബഹുമാനിക്കാത്ത, മാനിക്കാത്ത, ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ പെണ്ണുങ്ങൾ വല്ലതും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ കാവാല കുട്ടി അടിച്ച് പൊളിച്ചേനെ. നമ്മുടെ ദിയാസന പറയുന്നത് പോലെ കാവാലം പൊളക്കന തന്നേനെ എന്ന് പറയും. മനസ്സിലായില്ലേ? പെട്ടിയെ അടിച്ച് പൊട്ടിച്ച് ഇറങ്ങിപ്പോയേനെ ആ സ്ത്രീകൾ. അതാണ് ആ പഴയകാലത്തെ ആ സരിത അനുഭവിച്ച ആ ഒരു ഭീകരമായിട്ടുള്ളൊരു സംഭവം സരിത തന്നെ വിവരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. അതൊരു വീഡിയോ ആണ്. ഞാൻ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇതാണ് ആ സംഭവം. Mukesh is a very abusive ആണ്. ഭയങ്കര അബ്യൂസീവ്, ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസൻറ്റ് റെസ്പെക്ട്. പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്റ്റ് ഇല്ല, ഒട്ടുമില്ല. ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ ഇറ്റ് സെൽഫ്. ഹിസ് എ വെരി വയലന്റ് പേഴ്സൺ. സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും, കുറേ വെള്ളം അടിക്കും. ഇതൊക്കെ എൻ്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എൻ്റെ പിള്ളേരെ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുമെന്ന്. മുകേഷ് വാക്ക് ഇൻ ആൻഡ് വാക്ക് ഔട്ട് ഹസ്ബൻഡാണ്. വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും, വരും പോകും. ആൻഡ് ബ്രിങ്ങിങ് വിമൻ ടു മൈ ഹൗസ്, ഹിസ് whoever he was connected with, he'll bring them home, drink and beat me up. What do you call this kind of person? എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത്? പെണ്ണുങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത ആള്, കുട്ടികളെ നോക്കാത്ത ആള്, ഒരു ഫാമിലി ബേർഡൻ എടുക്കാൻ പറ്റാത്ത ആള്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആള്. അതുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.